Yes. The management will be taken a decision about the transfer of clerical staff next year. അല്ലേ clerical staff next year. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് ഇയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ടുമോറോ, ടു നൈറ്റ് ഇങ്ങനെ നമുക്ക് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചർ അല്ലേ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ ആക്ഷനിൽ നമുക്ക് 3 കേസസ് ഉണ്ട് അല്ലേ. ഒന്ന് ഒരു സ്പെസിഫൈഡ് ടൈം, ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് ആയ ഒരു സമയത്താണ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കണതെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണതെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം ടൈമിനെ കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും. ഇവിടെ എന്തായാലും നമുക്ക് അവർ നെക്സ്റ്റ് ഇയർ എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഇയർ എന്നാണ് അവർ തന്നിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറാണ് ഇവിടുത്തെ കാര്യം എന്താണ്? നിയർ ഫ്യൂച്ചറാണ്. സോ വിൽ ബി ടേക്കൺ എന്നുള്ളത് എന്താ പറയുക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്കിവിടെ ആവശ്യം പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈസ് ടേക്കിംഗ് ആണ്. The management is taking a decision about the transfer of clerical staff next year. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. She is often coming to see me on Sundays. സിമ്പിൾ ആയ ഒരു സെൻറ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി നമുക്ക് സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ റെഗുലർ ആക്ടിവിറ്റീനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ റെഗുലർ ആക്ടിവിറ്റീനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. റെഗുലർ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ആക്ടിവിറ്റി റെഗുലർ ആണെങ്കിൽ നമ്മളവിടെ ഒന്നെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും, അതും അല്ലെങ്കിൽ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഒരു ആക്ഷൻ സിംപ്ലി ഒരു ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റിൽ അത് നടക്കുന്ന കാര്യമാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും അല്ലേ. അതേപോലെ ഒരു ആക്ഷൻ ഹാബിച്വൽ ആണ് പക്ഷെ കമ്പൽസീവ് ആണ്, ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഇപ്പോഴും പ്രസൻറ്റിലും അത് കോണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. പാസ്റ്റിൽ അങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ നമ്മൾ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ടെൻസസിൻ്റെ ആ ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ ഈസ് ഓഫൺ അല്ല, ഈസ് കമ്മിങ് അല്ല, ഓഫൺ കംസ് ആണ്. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഓഫൺ കംസ് ടു സീ മീ ഓൺ സൺഡേസ്. മനസ്സിലായല്ലോ? യെസ്. ജനറലി, യൂഷ്വലി, നോർമലി എന്നൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഓഫൺ, സെൽഡം, റയർലി, ഹാർഡ്ലി, പിന്നെ എന്താണ് ട്വൈസ് എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? ദീസ് ആർ റെഗുലർ ആക്ടിവിറ്റീസ്. While they were playing, he had been sleeping. നോക്കിക്കോളൂ, അവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ സെൻറ്റൻസ്. നമ്മൾ പറഞ്ഞു പാസ്റ്റിൽ 2 ആക്ഷൻസ് എന്താ പറയുക പാരലലായി നടക്കുവാണെങ്കിൽ നമ്മൾ ആ 2 ആക്ഷൻസും നമ്മൾ ഏത് ടെൻസിലാണ് പറയണേ? പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ദേ വേർ പ്ലേയിങ് ഒരു ആക്ഷൻ നമ്മൾ അങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞു. നമുക്ക് പെർഫെക്റ്റിൻ്റെ ആവശ്യമില്ല, സിംപ്ലി നമുക്ക് പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് മതി. ഹി വാസ് സ്ലീപ്പിംഗ്. മനസ്സിലായല്ലോ? യെസ്.
when he was a student, he was studying at least till 10 o'clock at night. Till 10 o'clock at night. When he was a student, when he was studied alla, sorry, when he was a student, he was studying at least till 10 o'clock. ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 10 മണി വരെ അവൻ പഠിക്കുമായിരുന്നു. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് അവൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാസ് സ്റ്റഡിയിങ് അല്ല, ഹീ സ്റ്റഡീഡ് ആണ്. When he was a student, he studied at least till 10 o'clock at night. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ടെൻസസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി സിമ്പിളായി ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. യെസ്. ഓക്കെ. I know he is having a lot of books on how to improve ഇംഗ്ലീഷ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാണ്. നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മുടെ വെർബിനെ നമ്മളൊരു സ്പെഷ്യലായിട്ട് അഡീഷണലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ ടെൻസസിൻ്റെ സെഷനിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വെർബ് രണ്ടായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റേറ്റ് വെർബാണ്, രണ്ടാമത്തത് ആക്ഷൻ വെർബാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേറ്റ് വെർബ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ ചില സ്റ്റേറ്റ് വെർബ്സ് എക്സെപ്ഷണൽ കേസാണെന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സ്റ്റേറ്റ് വെർബ് ഒരു പർട്ടിക്കുലർ മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവും. വേറെ മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റേറ്റ് വെർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട വേർഡാണ് ഹാവ്. നമ്മൾ കഴിക്കുക എന്നുള്ള ടു ഈറ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ അതിന് എന്തുണ്ടാവും? അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാവും. പൊസസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ്, എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്, ഐ പൊസസ് ദാറ്റ് എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യണതെങ്കിൽ അതിന് എന്തില്ല? ഇറ്റ് ഡസൻ ഹാവ് കോണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇവിടെ ഹീ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവൻ കഴിക്കുവാണെന്നല്ല, ബുക്ക് ആരും കഴിക്കാറില്ല അല്ലേ? ബുക്ക് ആരും കഴിക്കാറില്ല. സോ ബുക്ക് അവൻ്റെ കയ്യിൽ ഒരുപാട് ബുക്ക് ഉണ്ട്, അവൻ പൊസസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തേക്കണേ. സോ ഹീ ഈസ് ഹാവിങ് അല്ല, he has, അല്ലേ? he has a lot of books on how to improve. ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് ബുക്സ് ഉണ്ട്. he possesses a lot of books on how to improve English. സോ possess എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്യണേ. സോ അതുകൊണ്ട് അപ്പോൾ ആ ഒരു മീനിങ്ങിൽ ഹാവിന് കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല. സോ വി ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. മനസ്സിലായല്ലോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ഹി വാസ് ഹാവിങ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? ഹി ഹാഡ് എന്ന് നിങ്ങൾ യൂസ് ചെയ്യും. ഹി വാസ് ഹാവിങ് എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഹി ഹാഡ് എന്ന് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. ഹിസ് സിസ്റ്റർ ഹാസ് പാസ്ഡ് ഹൈ സ്കൂൾ എക്സാമിനേഷൻ ലാസ്റ്റ് ഇയർ. ഹൈ സ്കൂൾ എക്സാമിനേഷൻ ലാസ്റ്റ് ഇയർ. ഭയങ്കര സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കൊല്ലം അവൻ്റെ സിസ്റ്റർ എന്ത് ചെയ്തു? ഹൈസ്കൂൾ എക്സാമിനേഷൻ പാസ് ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ഇങ്ങനെ നമുക്ക് കഴിഞ്ഞു പോയതിൻ്റെ കഴിഞ്ഞു പോയ ഡേയ്സ് അല്ലെങ്കിൽ സമയം കാണിക്കുന്ന രീതിയിലുള്ള ആഡ്വർബ് ഓഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് തന്നിട്ടുള്ളത്. ഹിയർ വി ആക്ച്വലി നമുക്കിവിടെ എന്താവശ്യമില്ല? ഹാസ് ആവശ്യമില്ല. ഹിസ് സിസ്റ്റർ പാസ്ഡ് ഹൈസ്കൂൾ എക്സാമിനേഷൻ ലാസ്റ്റ് ഇയർ. മനസ്സിലായല്ലോ? Next question. When the
when the doctor found that the player took prohibited medicines, he reported the matter to the team manager. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഡോക്ടർ അതായത് പ്ലെയർ പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ നിരോധിച്ച, ഓക്കെ, കഴിക്കാൻ പാടില്ലാത്ത നിരോധിച്ച മെഡിസിൻസ് പ്ലെയർ കഴിച്ചു എന്നുള്ള കാര്യം ഡോക്ടർ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അപ്പം തന്നെ അയാൾ എന്ത് ചെയ്തു, ടീം മാനേജറോട് അയാൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഈ സെൻറ്റൻസിൽ രണ്ട് എറർ ഉണ്ട്. ഈ സെൻറ്റൻസിൽ നമുക്ക് രണ്ട് എറർ ഉണ്ട്. ഒന്നെന്താണ്, ദി പ്ലെയർ ടുക്ക് പ്രൊഹിബിറ്റഡ് മെഡിസിൻ. ദി പ്ലെയർ ടുക്ക് പ്രൊഹിബിറ്റഡ് മെഡിസിൻ നമുക്കറിയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പാസ്റ്റ് ആക്ഷന് വേണ്ടി സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യണത് നമുക്കൊരു ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ് പ്ലെയർ പ്രൊഹിബിറ്റ് ചെയ്ത മെഡിസിൻസ് എടുത്തു എന്നുള്ളത്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അയാൾ ഏത് സമയത്താണ് എടുത്തതെന്ന്. സോ ടുക്കല്ല, ഹാസ് ടേക്കൺ. ഓക്കെ, ഹാസ് ടേക്കൺ. രണ്ടാമത്തെ കാര്യം, ഇവിടെ വേറെ രണ്ട് പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് സംസാരിക്കേണ്ട. ഒന്ന്, ഡോക്ടർ പ്ലെയർ ഇങ്ങനെ ഈ പ്രൊഹിബിറ്റ് ചെയ്ത മെഡിസിൻസ് കഴിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ആദ്യത്തെ ആക്ഷനാണ്. രണ്ടാമത്തെ ആക്ഷനാണ് അയാൾ അത് ടീം മാനേജറോട് റിപ്പോർട്ട് ചെയ്തത്. രണ്ട് പാസ്റ്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ, അതിൽ ആദ്യം കഴിഞ്ഞ ആക്ഷൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് കഴിഞ്ഞ ആക്ഷൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസും ആണ്. അപ്പോൾ ഇവിടെ ദ ഡോക്ടർ ഫൗണ്ട് അല്ല, the doctor had found. The doctor had found, sorry, when the doctor had found that the player has taken prohibited medicines, he reported the matter to the team manager. മനസ്സിലായല്ലോ? Yes. Shivani washes all her clothes and cooks food for the family before she is leaving for her job. ഓക്കെ, അവൾ ജോലിക്ക് പോണതിന് മുമ്പ് അവൾ ജോലിക്ക് ഡെയിലി അവൾ ജോലിക്ക് പോണതിന് മുമ്പ് അവൾ എന്ത് ചെയ്യും, അവളുടെ എല്ലാ ക്ലോത്ത്സും വാഷ് ചെയ്യും, ഫാമിലിക്ക് വേണ്ടി ഫുഡും കുക്ക് ചെയ്തിട്ടാണ് അവൾ ജോലിക്ക് പോകുന്നതെന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഡെയിലി എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് റെഗുലറായി നടക്കുന്ന കാര്യമാണ്. വാഷസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, കുക്സ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ ഈസ് ലിവിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ റെഗുലർ ആക്ടിവിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ലീവ്സ്, ഇവിടെ വരേണ്ടത് ഷീ ലീവ്സ് എന്നാണ്. മനസ്സിലായല്ലോ? യെസ്. Okay. I am working at my present job since the day a son was born to my brother.
എൻ്റെ ബ്രദറിന് ഒരു മോനുണ്ടായ ആ ദിവസം തൊട്ട് ഞാൻ ഈ ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം സിൻസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ്. മനസ്സിലായല്ലോ? ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ടഫാക്കാൻ വേണ്ടി ചിലപ്പോൾ സെൻറ്റൻസ് നമുക്ക് കുറച്ച് അതിൻ്റെ ഓർഡറൊക്കെ തെറ്റിച്ച് തരാം. ഒന്നെങ്കിൽ അങ്ങനെ തരാം, ഇല്ലെങ്കിൽ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പാടുള്ള രീതിയിലുള്ള കുറച്ച് സെൻറ്റൻസസ് നമുക്ക് തരുന്നേ ഉള്ളൂ. പക്ഷേ ടെൻസസ് ഈസിയായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ കുറേ പേരെങ്കിലും വിചാരിക്കണം അത്രയും, അല്ലെങ്കിൽ വിചാരിച്ച അത്രയും ടഫായ ഒരു ടോപ്പിക്കല്ല ടെൻസസ്. ഭയങ്കര ഈസിയാണ്. നമുക്ക് ആ റൂൾസും കാര്യങ്ങളും ആ സിൻടാക്സും നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ, അതായത് ഏതൊക്കെ ടെൻസ് നമ്മൾ ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും അതിൻ്റെ എക്സാക്റ്റായ സിൻടാക്സ് എന്താണെന്നുള്ളതും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സുഖമായി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്. After Vinod read the newspapers and magazines, he decided to go out and meet his old friends. അപ്പോൾ ഇവിടെയും നമ്മൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണേ. അപ്പോൾ ഇവിടെ ആദ്യം കഴിഞ്ഞ ആക്ഷൻ എന്താണ്? ന്യൂസ് പേപ്പർ വായിച്ചതും മാഗസിൻസ് വായിച്ചതുമാണ് ആദ്യം കഴിഞ്ഞ ആക്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. സോ ആഫ്റ്റർ വിനോദ് ഹാഡ് read the newspapers and magazines, he decided to go out and meet his old friends. മനസ്സിലായല്ലോ? യെസ്. Okay. He took off his shirt and threw it on the floor before he entered the room. അപ്പോൾ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് അയാളുടെ ഷർട്ട് റിമൂവ് ചെയ്തിട്ട് ഫ്ലോറിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെയാണ് അയാൾ എന്ത് ചെയ്തത്? റൂമിലേക്ക് കയറിയത്. ഇവിടെയും നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ രണ്ട് പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ആദ്യം കഴിഞ്ഞതാണ് ടുക്ക് ഓഫും അതേപോലെ ത്രൂ ഇറ്റും. രണ്ടും ആദ്യം കഴിഞ്ഞ ആക്ടിവിറ്റിയാണ്. രണ്ടിൻ്റെയും മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? രണ്ടിനെയും നമ്മൾ ഏത് ടെൻസിൽ പറയും? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. സോ ഹാഡ് ടേക്കൺ ഓഫ് ആൻഡ് ഹാഡ് ത്രോൺ. ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ്. ത്രോ എന്ന് പറയുന്നത് വെർബാണ്. ത്രോ എന്നുള്ള വെർബിൻ്റെ മീനിങ് എറിയുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ത്രൂ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. അതേപോലെ അതിൻ്റെ എന്താ പറയുക, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ത്രോൺ. അതേപോലെ അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ത്രോയിങ്. മനസ്സിലായല്ലോ? ത്രോയിങ്. ടേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ടേക്കാണ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസ്, ടുക്കാണ് പാസ്റ്റ് ടെൻസ്, ടേക്കൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ടേക്കിംഗ് ആണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? ടേക്കിംഗ് ആണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. യെസ്. Okay. He never took and ever will take
strong decision. Will take strong decision. Okay. നെവർ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നെവർ എന്ന് അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ പാസ്റ്റിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞു പോയ പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ നെവർ എവർ എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് നെവർ സീൻ ഹിം ബിഫോർ. ഇതിനു മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ദിസ് ഈസ് ദ എവർ ഫസ്റ്റ് ഫിലിം. ദിസ് ഈസ് ദ എവർ ഫസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിലിം I have, this is the this is the first English movie. This is the first English movie I have ever seen. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് മൂവി ഇതാണ്. അങ്ങനെ പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നെവർ എവർ എന്നുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നെവർ എന്ന് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് ടുക്കാണ്. സോ ഇവിടെ എങ്ങനെ വരും? ഹി ഹാസ് നെവർ ടേക്കൺ. ഹി ഹാസ് never taken and ever will take. നോക്കിക്കോളൂ. and will ever take. and will ever take. will ever take strong decision. മനസ്സിലായല്ലോ? yes. Okay. Tourists have still come to Egypt and are probably inscribing their names on the old stories. അല്ലേ? ഓക്കെ. അപ്പോൾ ടൂറിസ്റ്റ് ഇപ്പോഴും ഈജിപ്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എന്താണ് ഇപ്പോഴും ഈജിപ്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓൾഡ് സ്റ്റോറീസിൽ അവരുടെ പേര് ഇൻസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ. സ്റ്റിൽ അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീയിങ്, പിന്നെന്താണ് അതേപോലെ നമുക്ക് എന്ത് പറയാം, ദിസ് ഡേ ഓർ ദിസ് വീക്ക് എന്നൊക്കെ പറയുന്ന ഇത്തരം വേർഡ്സിൻ്റെ കൂടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യണത്. സോ ഹാവ് കം അല്ല. ടൂറിസ്റ്റ് സ്റ്റിൽ ആർ കമ്മിങ്. ടൂറിസ്റ്റ് still are coming to Egypt. Tourists still are coming to Egypt and are probably inscribing their names on the old stories. മനസ്സിലായല്ലോ? yes. Most of the people here are depending on the forest for livelihood. അല്ലേ? യെസ്. നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ പറയുമ്പം ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഈ ഫോറസ്റ്റിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. യൂസ് ഈ ഒരു കാര്യം ഇതൊരു ഫാക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു അവിടെ നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ്, അതല്ലെങ്കിൽ ഒരു റെഗുലറായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് അല്ല യൂസ് ചെയ്യണേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ ഡിപ്പെൻഡ് ഓൺ ദി ഫോറസ്റ്റ് ഫോർ ലൈവ്ലിഹുഡ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ.
യെസ്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചായിരുന്നു. വെർബിൻ്റെ ആ ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് വി ഡിസ്കസ്ഡ് സം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കാരണം ഇപ്പോൾ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ്ഡ് സംതിങ് അബൌട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്. യെസ്, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഹി ഹാഡ് കം ഓൺ ടൈം ഹി ഹാസ് എൻജോയ്ഡ് ദി awesome climate in this region. ഈ ഒരു സ്ഥലത്തുള്ള ഓസം ക്ലൈമറ്റ് അവൻ എൻജോയ് ചെയ്യുമായിരുന്നു. എപ്പോഴാണ് അവൻ എൻജോയ് ചെയ്യുന്നത്? അവൻ സമയത്തിന് വന്നായിരുന്നെങ്കിൽ. നമ്മൾ ഇഫ് ക്ലോസിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ആദ്യത്തെ കാര്യം അല്ലേ, ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം ഇങ്ങനെ ആയിരിക്കും, ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഒരു കാര്യം കംപ്ലീറ്റ്ലി പ്യോർലി ഇമാജിനേഷനാണ്. നമ്മൾ ഇമാജിനേഷനിൽ പറയുമ്പോൾ അത് ട്രൂ ആയി നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം, ഇഫ് ഐ വർ റിച്ച് ഐ വുഡ് ഹെൽപ്പ് യു. ഞാൻ റിച്ച് ആണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. എന്താണ് അതിൻ്റെ മീനിങ്? ഞാൻ റിച്ച് അല്ല, സോ അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ നിന്നെ ഉറപ്പായിട്ടും സഹായിച്ചേനെ. അത് ഇമാജിനേഷനാണ്, റിയൽ അല്ല. പക്ഷേ ഇമാജിനേഷനിൽ അത് നടക്കാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ഇഫ് ഐ ഹാഡ് കം ഓൺ ടൈം യെസ് ഐ വുഡ് ഹാവ് സീൻ ദിസ്. അല്ല, ഞാൻ സമയത്തിന് വന്നായിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റുമായിരുന്നു. അതെന്താണ്? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. ഞാൻ സമയത്തിന് വന്നോ ഇല്ല, എനിക്ക് ഈ കാര്യം കാണാൻ പറ്റിയോ ഇല്ല എന്നുള്ളൊരവസ്ഥയിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മൂന്നാമത്തെ കേസ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ എറർ സ്പോട്ടിങ്ങിൽ അവർ എന്താ പറയുക, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ കോണ്ടെക്സ്റ്റ് എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് സിൻടാക്സ് ആണ്. സിൻടാക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മൂന്നാമത്തെ ഇഫ് ക്ലോസ്. നമ്മൾ 3 കേസസ് പഠിച്ചു. അതിൽ മൂന്നാമത്തെ കേസും അതേപോലെ ആദ്യത്തെ കേസും അതിൻ്റെ സിൻടാക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ കേസ് നമുക്കറിയാം ഇമാജിനേഷൻ ആണ്. സോ അതുകൊണ്ട് ഇമാജിനേഷൻ ആയതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഇഫ് ഐ വർ എ ബേർഡ് യെസ് ഐ വുഡ് ഫ്ലൈ ഹിയർ ആൻഡ് ദെയർ ഓൾവേസ്. ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഇഫ് ഐ വർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഹിയർ ആൻഡ് ദെയർ. അല്ലേ, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഞാൻ ഫുൾ അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ പാറി പറന്ന് നടക്കുമായിരുന്നു. സോ ആ കാര്യം വായിക്കുമ്പോൾ നമുക്ക് അൺറിയൽ ആണ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ആണെന്ന് ഫീൽ ചെയ്യും. രണ്ടാമത്തെ കേസ് ആയിരിക്കും കുറേയൊക്കെ നമ്മുടെ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് കേസ് ആയാലും തേർഡ് കേസ് ആയാലും അതിൻ്റെ സിൻടാക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇഫ് ഹി ഹാഡ് കം ഓൺ ടൈം, അവൻ സമയത്തിന് വന്നായിരുന്നെങ്കിൽ അവൻ ഈ ഒരു റീജിയണിൻ്റെ ഓസമായ ക്ലൈമറ്റ് അവന് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഹി ഹാസ് എൻജോയ്ഡ് അല്ല, നമുക്കറിയാം വുഡ് പ്ലസ് ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോമാണ് ഹി വുഡ് ഹാവ് എൻജോയ്ഡ് ആണ്. ഓരോന്നും വരുമ്പം എന്താണ് വരേണ്ടതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെഷൻ പോയി കണ്ടാൽ മതി. യെസ്. അപ്പോൾ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്ത് ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടെൻസസ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെർബ് എന്നുള്ള ഒരു ഹോൾ ചാപ്റ്റർ തന്നെ ഫിനിഷ് ആവും. യെസ്. Has he come a moment earlier? He would have found me there. അല്ലേ? Has
ഹാസ് ഹി കം എ മൊമെൻറ്റ് ഏർലിയർ ഹി വുഡ് ഹാവ് ഫൗണ്ട് മീ ദെയർ അല്ലേ, ഒരു മിനിറ്റ് മുമ്പ് നേരത്തെ അവൻ വന്നായിരുന്നെങ്കിൽ അവൻ എന്താ പറയുക അവിടെ എന്നെ കാണുമായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇതും നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്താണ് ഹി വുഡ് ഹാവും ഫൗണ്ടും ആണ്. നമുക്കറിയാം രണ്ട് ക്ലോസ് ഉണ്ട്, ഒന്ന് ഇഫ് ക്ലോസ് ആണ്, ഒന്ന് മെയിൻ ക്ലോസ് ആണ് അല്ലേ. അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത് ഇഫ് ക്ലോസിൽ ഹാഡ് വരുമ്പോഴാണ്. നമുക്ക് ഇവിടെ ഹാസ് എന്നാണ് തന്നിട്ടുള്ളത്, അത് റോങ് ആണ്. ഇവിടെ വരേണ്ടത് എന്താണ്? ഹാഡ് ആണ്. ഹാഡ് ഹി കം എ മൊമെൻറ്റ് ഏർലിയർ ഹി വുഡ് ഹാവ് ഫൗണ്ട് മീ ദെയർ. മനസ്സിലായല്ലോ? യെസ്. If I was you, I would have told the chairman to keep the mouth shut. Keep the mouth shut. ഞാൻ നീ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആ ചെയർമാനോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടെ കൂടുതൽ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ കേസ് ക്വസ്റ്റ്യൻ അല്ല, 3 കേസ് ഉണ്ട് ഇഫ് ക്ലോസിൽ. അതിൽ രണ്ടാമത്തെ കേസ് ഇമാജിനേഷൻ, ആ കേസാണ് നമുക്ക് കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് വരിക. ബാക്കി രണ്ടും എന്താണ്? നമുക്ക് സിൻടാക്സ് ബേസ്ഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. നമ്മളിതിന് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസും നമുക്ക് എന്തായിരുന്നു? സിൻടാക്സ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഇത് രണ്ടാമത്തെ കേസാണ്. ഇമാജിനേഷൻ ആണ് നമുക്കിവിടെ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ഇമാജിനേഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇമാജിനേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യണേ. ഇഫ് ഐ വർ യു നമ്മൾ പറഞ്ഞു ഇമാജിനേഷൻ ആണെങ്കിൽ, ഇഫ് ക്ലോസിൽ ഇമാജിനേഷൻ ആണെങ്കിൽ രണ്ടാമത് നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യണത് വുഡ് പ്ലസ് V1 ആണ് നമ്മൾ യൂസ് ചെയ്യണേ. ഐ വുഡ് ടെൽ ദി ചെയർമാൻ ടു കീപ് ദി മൗത്ത് ഷട്ട്. 3 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ 3 ഇഫ് ക്ലോസസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളവർ ആ സെഷൻ പോയി കണ്ടാൽ മതി. പിന്നെയും നമ്മൾ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ സെഷൻ കുറേ നീണ്ടുപോകും, നമുക്ക് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. യെസ്, ഓൾറെഡി നമ്മൾ കുറേ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തതാണ്. If she would have told me her husband never lived within his means, I had not lent him the money. ഓക്കെ, എഗെയിൻ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ മൂന്നാമത്തതാണ്. ഇവിടെ നോക്കിക്കോളൂ, സിൻടാക്സ് ബേസ്ഡ് ആണ്. നോക്കിക്കോളൂ. അപ്പോൾ ഈ സെൻറ്റൻസിൽ അവർ ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ, അതായത് അവളുടെ ഹസ്ബൻഡ് അത്ര ഒരു ഒതുങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്ലാനിൽ ജീവിക്കണം ഒരാളല്ല എന്നുള്ള കാര്യം അവൾ എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ, ഒരു മാന്യതയിൽ ജീവിക്കണം ഒരാളല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായി കൊടുക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരാളല്ല എന്നുള്ളൊരു കാര്യം അവൾ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു, ഈ മണി അവൾക്ക്, ഈ പൈസ ഞാൻ കടം കൊടുക്കില്ലായിരുന്നു, വായ്പ കൊടുക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. നമ്മൾ പറഞ്ഞു കണ്ടീഷൻ വരുമ്പം, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം മൂന്നാമത്തെ കേസിൽ ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യണത് ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യണത് ആരുടെ കൂടെയാണ്? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യണത് ആരുടെ കൂടെയാണ്? മെയിൻ ക്ലോസിലാണ്.
പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ് വുഡ് ഹാവ് ടോൾഡ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. അവിടെ നമ്മൾ ഹാഡ് ടോൾഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ മെയിൻ ക്ലോസ് ആണ് ഐ ഹാഡ് നോട്ട് ലെൻഡ് ഹിം ദിസ് മണി. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് ഹാവ് പ്ലസ് ഐ വുഡിൻറ്റ് ഹാവ്, നോട്ട് നമുക്ക് മാറ്റാം, ഐ വുഡിൻറ്റ് ഹാവ് ലെൻഡ് ഹിം ദി മണി. മനസ്സിലായല്ലോ? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 നമ്മൾ മെയിൻ ക്ലോസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ ഇത് സിൻടാക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. If Ashok comes here, I would help him to the best of my knowledge. To the best of my knowledge. എൻ്റെ കഴിവിൻ്റെ പരമാവധി, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സോ ആ ഒരു മീനിങ് ആണ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. ഓക്കെ, അപ്പോൾ അശോക് ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ അവനെ സഹായിക്കും. അപ്പോൾ നോക്കിക്കോളൂ, അഗെയിൻ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസിൽ നോക്കിക്കോളൂ, നമുക്ക് ഇഫ് ക്ലോസ് ഉണ്ട്, അതേപോലെ മെയിൻ ക്ലോസ് ഉണ്ട്. ഇഫ് ക്ലോസിൻ്റെ കൂടെ എന്താണ് വരേണ്ടത്? പ്രസൻറ്റ് ടെൻസ് ആണ് വരേണ്ടത്. പ്രസൻറ്റ് ടെൻസ് വരുമ്പോൾ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഫ് ക്ലോസിൽ കംസ് ആണ്, സോ പ്രസൻറ്റ് ടെൻസ് ആണ്, പക്ഷെ വുഡ് ഹെൽപ്പ് അല്ല, വിൽ ഹെൽപ്പ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ് നമുക്ക് പ്രസൻറ്റ് ടെൻസ് വരേണ്ടത്, മെയിൻ ക്ലോസിൻ്റെ കൂടെയാണ് നമുക്ക് വിൽ പ്ലസ് V1 വരേണ്ടത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അത് തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് തരും. ചിലപ്പോൾ പ്രസൻറ്റ് ടെൻസ് വരേണ്ട സ്ഥലത്ത് അവർ പാസ്റ്റ് ടെൻസ് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചർ ടെൻസ് തരും, വേറെ ഏതെങ്കിലും ടെൻസസ് അവർ തരും. സോ ടെൻസ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഫസ്റ്റ് കേസാണ്, അതായത് നമ്മുടെ കണ്ടീഷണൽ ഇഫ് ക്ലോസിലുള്ള ഫസ്റ്റ് കേസാണ്, ഇതാണ് യൂസ് ചെയ്യേണ്ടത്. He did not write this letter if he hadn't heard about the news. If he hadn't heard about the news. സോ ഇവിടെ നോക്കിക്കോളൂ, എഗെയിൻ നമ്മുടെ തേർഡ് കേസാണ് അല്ലേ, എഗെയിൻ നമ്മുടെ തേർഡ് കേസാണ്. സോ ഈ തേർഡ് കേസിൽ നമുക്കറിയാം നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ കൂടെ നമുക്ക് ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. കറക്റ്റാണ്, ഹാഡിൻറ്റ് ഹേർഡ് അല്ലേ. ഇനി നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താണ് വരേണ്ടത്? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. സോ ഡിഡ് നോട്ട് റൈറ്റ് അല്ല, ഹി വുഡിൻ ഹാവ് റിട്ടേൺ. ഹി വുഡിൻ ഹാവ് written this letter. He wouldn't have written this letter if he hadn't heard about the news. Write, verb write ആണെങ്കിൽ നോക്കിക്കോളൂ, റൈറ്റ് ആണ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസ്, റോട്ട് ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്, റിട്ടേൺ ആണ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, റൈറ്റിംഗ് ആണ് അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായോ? റൈറ്റ് എന്ന് പറയുന്നത് എഴുതുക, റോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് എഴുതി എന്നാണ്, റിട്ടേൺ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, റൈറ്റിംഗ് ആണ് അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ
അവർ രണ്ടാമത്തെ കേസ് ആണെങ്കിൽ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും, ആദ്യത്തതും മൂന്നാമത്തതും കേസ് ആണെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും? സിൻടാക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. യെസ്. വേറെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് അപ്പിയറിംഗ് ടു മീ ദാറ്റ് യു ആർ plotting against your friends. You are plotting against your friends. Yes. You are plotting against your friends. അപ്പോൾ നോക്കിക്കോളൂ, എഗെയിൻ ഇവിടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റേറ്റ് വെർബിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പറഞ്ഞു അപ്പിയർ എന്ന് പറയുമ്പം സീം, അങ്ങനെയാണ് തോന്നണേ അല്ലെങ്കിൽ ഇങ്ങനെയാണ് തോന്നണേ എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ അപ്പിയർ എന്നുള്ളത് യൂസ് ചെയ്യണതെങ്കിൽ അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഇല്ല. മറിച്ച് പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അപ്പിയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണതെങ്കിൽ അതിനെന്തുണ്ട്? അതിന് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. ഇവിടെ എന്താണ് മീനിങ്? ഫ്രണ്ട്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നീ പ്ലോട്ട് ചെയ്യുവാന്ന്, പ്രത്യക്ഷപ്പെടുവാന്നല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നണേ അല്ലേ, നീ നിൻ്റെ ഫ്രണ്ട്സിനെതിരായിട്ട് എന്തോ പ്ലോട്ട് ചെയ്യുവാണ്, എന്തോ ഗൂഢാലോചന നടത്തുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് അങ്ങനെയാണ് തോന്നണേ അല്ലേ, അതാണ് ഇവിടുത്തെ അപ്പിയറിൻ്റെ മീനിങ്. സോ ഇറ്റ് ഈസ് അപ്പിയറിങ് അല്ല, ഇറ്റ് അപ്പിയേഴ്സ്. ഇറ്റ് ഈസ് അപ്പിയറിങ് അല്ല, ഇറ്റ് അപ്പിയേഴ്സ് ടു മീ ദാറ്റ് യു ആർ പ്ലോട്ടിങ് എഗെയിൻസ്റ്റ്. പ്ലോട്ടിങ് യുവർ ഫ്രണ്ട്സ് അല്ല, പ്ലോട്ടിങ് എഗെയിൻസ്റ്റ് യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന് എതിരായിട്ട്, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടാണ്. യു ഗോ, സം പീപ്പിൾ ഓൾവേസ് ഗോ എഗെയിൻസ്റ്റ് ദി ഗവൺമെൻറ് അല്ലേ, ചില ആൾക്കാർ എന്നും എപ്പോഴും ഗവൺമെൻറ്റിനെതിരായിട്ട് പോകും. സോ എതിരായിട്ട് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ എഗെയിൻസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഇറ്റ് ഈസ് അപ്പിയറിങ് അല്ല, അപ്പിയേഴ്സ് ആണ്. കാരണം ഇവിടെ എന്ത് മീനിങ് ആണ്? തോന്നുക എന്നുള്ളൊരു മീനിങ് ആണ്. എനിക്ക് അങ്ങനെയാണ് തോന്നണേ, ഐ എം ഫീലിംഗ് സോ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഇവിടെ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. അപ്പം എന്താണ് പറയുക, നമ്മുടെ വെർബ് എന്നുള്ള ചാപ്റ്റർ അല്ലേ, വെർബ് എന്നുള്ള ആ ഒരു വലിയ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. വെർബ് എന്നുള്ളൊരു ഹോൾ ചാപ്റ്ററിനെ നമ്മൾ 4 പാർട്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒന്ന് നമ്മളതിൻ്റെ ബേസിക്കായ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ പറയുമ്പോൾ ബേസിക്കായ കാര്യങ്ങളെ ബേസ് ചെയ്ത് വല്ലാണ്ടൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പക്ഷേ ആ ബേസിക്കായ കാര്യങ്ങളാണ് വെർബ്സിൻ്റെ ഫൗണ്ടേഷൻ. അതിൻ്റെ എന്താ പറയുക, ഫർദർ നമ്മൾ പഠിക്കണ എല്ലാ കാര്യങ്ങളിലും ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും. മനസ്സിലായല്ലോ? യെസ്. ചില സമയത്ത് ഇതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പക്ഷെ ഭയങ്കര റെയറായിട്ട് മാത്രം കാണുന്നതാണ് ഫസ്റ്റ് പാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. യെസ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുമ്പം മോഡൽ വെർബിന് ശേഷം നമുക്കറിയാം നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതായത് V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും ഫോംസ് തന്നിട്ടുണ്ടാവും. അത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ട്. യെസ്. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ പാർട്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വെർബിൽ ഇൻഫൈനേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ടിസിപ്പിൾ, ജെറൻഡ്, ആ കൂട്ടത്തിലാണ് നമ്മൾ ഏത് കാര്യം കൂടെ ഡിസ്കസ് ചെയ്തു പോയത്, നമ്മൾ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു പോയത്. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ നോക്കി ടെൻസസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. അതിൽ 12ഓളം ടെൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സിൻടാക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ള എക്സാമ്പിൾസ് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2 സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ആ 2 സെഷൻസിൽ ഒന്ന് ടെൻസസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അതേപോലെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടെൻസസും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ടെൻസസും സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വെർബും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ടെൻസസിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ കുറേ ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. യെസ്. പിന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്ന, അതായത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്കും ചിലപ്പം എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ ബുക്സോ അല്ലെങ്കിൽ ഓൺലൈനിലായാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണതാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. യെസ്. അപ്പോൾ നമ്മുടെ വെർബ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് വെർബ്. അതിൽ 2 ടോപ്പിക്കാണ്. ഒന്ന് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും അതേപോലെ ടെൻസസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്കതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വെർബ് എന്നുള്ള ഒരു ചാപ്റ്ററും നമുക്ക് ഫിനിഷ് ചെയ്യാം, ഈ ഒരു സെഷനും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നോർമലി യൂട്യൂബ് ചാനൽസ് ഉള്ള പോലെ അല്ല, അതായത് ഒരു എന്താ പറയുക ഒരു വേഗമായ രീതിയിൽ അല്ല നമ്മുടെ ക്ലാസ്സസ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയ രീതിയിൽ ഒരു ബേസിക് തൊട്ട് അതായത് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ ചാനൽ റെഗുലറായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ അവിടെ ഇൻഫർമേഷനും അല്ലെങ്കിൽ നോളജൊക്കെ പ്രൊവൈഡ് ചെയ്യണേ അത്രയും ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെയും നമ്മൾ ശ്രമിക്കണം. കുറേയൊക്കെ ആ ഒരു രീതിയിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പറ്റണ പോലെ സമയം പോലെ നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓൺലൈൻ ലൈബ്രറി അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ പിന്നെ കുറച്ച് റെഗുലർ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ നെക്സ്റ്റ് മിഷൻ ബാങ്കറിൻ്റെ സെഷനിൽ അല്ലേ, മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.